ദേശീയപാതയിൽ കാസർഗോഡ് നീലേശ്വരത്ത് ആകാശപാത വേണമെന്ന ആവശ്യം പരിഗണിച്ചേക്കുമെന്ന സൂചന. ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർ സർക്കാരിന് റിപ്പോർട്ട് നൽകി. ദേശീയപാതയിൽ മാർക്കറ്റ് ജംഗ്ഷന് സമീപം നിലവിലുള്ള പഴയ പാലം പൊളിച്ചു നീക്കി 3 വരിയിൽ പുതിയ പാലം പണിയണമെന്നും റിപ്പോർട്ടിലുണ്ട്. നീലേശ്വരം നഗരത്തിലേക്കുള്ള പ്രവേശന കവാടമായ മാർക്കറ്റ് ജംഗ്ഷനിൽ മണ്ണിട്ടുയർത്തിയുള്ള ദേശീയപാത നിർമ്മാണത്തിനെതിരെ വലിയ ജനരോഷമാണ് ഉയരുന്നത്. മേൽപ്പാലം വേണമെന്ന ആവശ്യമുയർത്തി നഗരസഭാ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഒരു ഭാഗത്ത് അഡ്ഹോക് കമ്മിറ്റിയും മറ്റൊരു ഭാഗത്ത് ജനകീയ സമിതിയും അനിശ്ചിതകാല സമരത്തിലാണ്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നീലേശ്വരത്തെത്തി സ്ഥിതിഗതികൾ മനസ്സിലാക്കി. തുടർന്നാണ് അദ്ദേഹം മേൽപ്പാലം വേണമെന്ന ആവശ്യമുയർത്തി സംസ്ഥാന സർക്കാരിലേക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇപ്പോൾ നമ്മളിപ്പം ഒരു എക്സ്പേർട്ട് കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്തു. അപ്പോൾ എക്സ്പേർട്ട് കമ്മിറ്റി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് ഫ്ലൈ ഓവർ വേണമെന്ന് തന്നെയാണ് അപ്പോൾ അവർ റിപ്പോർട്ട് തന്നത്. അതനുസരിച്ച് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. NHലും അതിൻ്റെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നടപടികൾ അവർ മുന്നോട്ട് പോകുമായിരിക്കും. മേൽപ്പാലം എന്ന ആവശ്യം അംഗീകരിക്കും വരെ സമരം തുടരുമെന്ന് ഇരു സമരസമിതികളും വ്യക്തമാക്കി. ഇപ്പോൾ കലക്ടർ വളരെ പോസിറ്റീവായിട്ടുള്ള നിലപാടെടുത്തു. അദ്ദേഹം നമുക്ക് അനുകൂലമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. കൃത്യവും വ്യക്തവുമായ ഉറപ്പ് ലഭിക്കാതെ നമുക്ക് ഈ സമരത്തിൽ നിന്ന് പിന്മാറാൻ സാധിക്കില്ല. ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്ന് ഒരു ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഈ നാടിൻ്റെ കൃത്യമായ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അദ്ദേഹം അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നത് ഞങ്ങളെപ്പോലുള്ള ഈ സമരം 61ാം ദിവസത്തിൽ നമ്മളിന്ന് സമരത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഇത് ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ഭൂമിശാസ്ത്രപരവും പരിസ്ഥിതി സംബന്ധമായും ശാസ്ത്രീയ പഠനം നടത്തി ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണമെന്ന് നേരത്തെ കളക്ടർ നിയോഗിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാലവർഷം മുന്നിൽ കണ്ട് പൊതുജനങ്ങളുടെ സുരക്ഷയും യാത്രാ സൗകര്യവും ഉറപ്പാക്കുന്നതിന് സർക്കാർ തലത്തിൽ അടിയന്തര ഇടപെടൽ അനിവാര്യമാണെന്നും കളക്ടർ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.